സുഹൃത്തുക്കളെ നമസ്കാരം. യു കെയിലെ ഇമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള NHS റിക്രൂട്ട്മെന്റ് സംബന്ധമായിട്ടുള്ള UK സ്റ്റുഡന്റ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള അതിനൊപ്പം തന്നെ യു കെയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ ന്യൂസുകളും നിരന്തരമായ ഇടവേളകളിൽ നിങ്ങൾ എത്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ന്യൂസുകളാണ് നിങ്ങൾ മുന്നോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമുക്ക് കുറച്ച് ഇമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള NHSന്റെ റിക്രൂട്ട്മെന്റുകളും NHSന്റെ മാറ്റങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് എത്തിക്കുന്നു. സോ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്റർടൈനിംഗ് ആയിട്ടുള്ള ചുറ്റും സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്ക് എനേബിൾ ചെയ്ത് സ്വാഗതം വീഡിയോയിലേക്ക്. സോ ഗൈസ്, നമുക്കറിയാം യു കെയിൽ ഒരുപാട് മാറ്റങ്ങൾ, ഡെയിലി ന്യൂസുകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസുകളാണ് നിങ്ങൾ മുന്നോട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും യു കെയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രൻസ് നൗ ഹോൾഡ് ഡൗൺ 1 in 5 ജോബ്സ് ഇൻ UK എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചാ വിഷയങ്ങളും സകല ന്യൂസുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം 7 മില്യൺ മൈഗ്രൻസ് are now working in Britain and hold down 1 in 5 jobs എന്നുള്ള ഒരു ഹോട്ട് ന്യൂസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ന്യൂസുകളും ചർച്ചയാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം യു കെയിൽ ഇപ്പോൾ ഈ പാൻഡമിക്കിന് ശേഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ മേലെയാണ് ഇതെല്ലാം പോയി പതിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയധികം ഇമിഗ്രൻസ് യു കെയിൽ എത്തിയത് എങ്ങനെ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സകല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കും അത് ചിന്തിക്കേണ്ടതായിരിക്കുന്നു. എന്തുകൊണ്ട് ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പോൾ ക്രിസ് സ്റ്റാമറിന്റെ മന്ത്രിസഭയുടെ മേലെയാണ് പതിക്കുന്നത്. കാരണം ആ ഒരു മന്ത്രിസഭയ്ക്കാണ് ഇനി ഇതിനൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി എന്താണ് ഇതിനകത്ത് കുറവ് വരുത്താനും ഈ വരുന്ന ഇമിഗ്രൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും ക്രിസ് സ്റ്റാമറാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് വലിയ രീതിയിൽ ചിന്തിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ന്യൂസുകൾ തന്നെയാണ്. ഇങ്ങനെ തന്നെയായിരുന്നു ഋഷി സുനകിന്റെ മന്ത്രിസഭ ഉണ്ടായിരുന്ന സമയത്തും ഇവിടെയുള്ള നെറ്റ് മൈഗ്രേഷൻ കുതിച്ചുയർന്നപ്പോൾ ഇവിടെയുള്ള എതിർ പാർട്ടികൾ നമുക്കറിയാം ക്രിസ് സ്റ്റാമർ നമ്മുടെ ഋഷി സുനകിന്റെ മന്ത്രിസഭയ്ക്ക് നേരെ ഓരോ ശരങ്ങളും അങ്ങോട്ട് തൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാവുന്ന കുറേയധികം നിയമമാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമ്മളെ ലീഗൽ മൈഗ്രേഷനിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ക്രിസ് സ്റ്റാമറിന്റെ മന്ത്രിസഭയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ രൂക്ഷ വിമർശനങ്ങളാണ് ക്രിസ് സ്റ്റാമറിന്റെ മന്ത്രിസഭയിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന എല്ലാ മന്ത്രിമാരും ഇല്ലെങ്കിൽ എല്ലാ ഗവൺമെന്റും ഈ ഫെയിലിയർ ആണ് ഇവിടുത്തെ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ വന്നിരിക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും അറിയാം. സ്റ്റുഡൻസിന് വിസയിൽ നിന്ന് സ്വിച്ച് ചെയ്യുന്നതിന് ഫസ്റ്റ് തന്നെ അവർ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടാണ് മറ്റ് വിസ നിയമങ്ങൾ അവർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം യു കെയിൽ സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു നിയമം കൊണ്ടുവന്നതിനൊപ്പം തന്നെ കെയറേഴ്സിന്റെ ഡിപ്പെൻഡൻസിന് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഇരുട്ടടി പോലെ സാലറി ത്രഷോൾഡ് ഉയർത്തിയതാണ് ഏറ്റവും, ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള, ഏറ്റവും നമുക്ക് തടസ്സം നേരിടുന്ന ഒരു നിയമമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പല സ്റ്റുഡൻസിനും വിസ സ്വിച്ച് ചെയ്യാൻ നിന്നവർക്ക് പോലും, വിസ ഓഫർ ചെയ്തവർക്ക് പോലും വിസ ലഭിക്കാത്ത സാഹചര്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം മറ്റ് ഒരുപാട് എംപ്ലോയേഴ്സ് ഈ പറഞ്ഞ ഈ വിസ മാനദണ്ഡം മാറിയതോടുകൂടി, ഈ സാലറി മാനദണ്ഡം മാറിയതോടുകൂടി തന്നെ ഇവർക്ക് വിസ ഓഫർ ചെയ്യാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ അതൊരു വലിയൊരു തുക ആയി അവർക്ക് ഒരു ബാലികേറ മല പോലെ തോന്നിയുകൊണ്ട് പലർക്കും സ്പോൺസർഷിപ്പ് ഇഷ്യൂ ചെയ്യാതിരുന്നു. സോ അതുകൊണ്ട് തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം വളരെ കടുത്ത നിയമങ്ങൾ അധികം വൈകാതെ തന്നെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് തന്നെ വീണ്ടും ഗവൺമെന്റിനെ പ്രഷറിലാക്കിക്കൊണ്ട് പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. BBC ഡോക്യുമെന്ററികളും കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉള്ള ലാസ്റ്റ് ഗവൺമെന്റ്സ് എല്ലാം ഫെയിലിയർ ആണ് ഈ പറഞ്ഞ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. നമുക്കറിയാം ഇത്രയും കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും വീണ്ടും അത് പോരാ എന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൂടുതൽ നിയമമാറ്റങ്ങൾ അധികം വൈകാതെ തന്നെ വരാനുള്ള സാധ്യതകൾ കാണുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഋഷി സുനകിന്റെ കാലഘട്ടത്തിൽ പല ചെറിയ ന്യൂസുകളും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് എടുത്തു വന്നപ്പോഴും പലരും നമ്മൾ വിമർശിച്ചായിരുന്നു, ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇവിടെ സ്റ്റുഡൻസിനെ വേണം, അതിനൊപ്പം തന്നെ കെയറേഴ്സിന് വേണം എന്നെല്ലാം വാദിച്ചെങ്കിലും ഒരു ദാക്ഷിണ്യമില്ലാതെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് ഇതേപോലെ സാലറി ത്രഷോൾഡ് ഉയർത്തുന്നു, നിങ്ങൾക്ക് വിസയിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് എല്ലാത്തിനുപരി ഇവിടെ ഉള്ള ആളുകളുടെ സേഫ്റ്റി, ഇവിടെയുള്ള ആളുകൾക്ക് ജോലി ഉറപ്പ് നൽകുക, ഇവിടെയുള്ള ആളുകളെ എന്താ പറയുക, അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പച്ചയായ യാഥാർത്ഥ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ് സ്റ്റാമറിന്റെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇല്ലീഗൽ മൈഗ്രൻസ് യു കെയിലേക്ക് ഒഴുകുന്നത് തടയുമെന്ന് പറഞ്ഞിട്ട് ഇല്ലീഗൽ മൈഗ്രേഷൻ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്കൊന്ന് ഋഷി സുനകിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതിനും കാട്ടി കൂടുതലാണ് ക്രിസ് സ്റ്റാമറിന്റെ മന്ത്രിസഭ വന്നപ്പോൾ ഇങ്ങോട്ട് ആളുകൾ കുതിച്ചുയർന്നത്. കാരണം അത് തന്നെ പല രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കൺട്രോൾ ചെയ്തിട്ടില്ല. ഡെയിലി ഉണ്ടാവുന്നുണ്ട് ഇതേപോലെ ന്യൂസുകൾ യു കെയിലേക്ക്. ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് ചാനൽ വഴി അനധികൃതമായിട്ട് ഒരുപാട് പേര് കുടിയേറുന്നു എന്നുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ ന്യൂസ് അനുസരിച്ചിട്ട് 7 മില്യൺ ഇമിഗ്രൻസ് ആർ നൗ വർക്കിംഗ് ഇൻ ബ്രിട്ടൻ ആൻഡ് ഹോൾഡ് ഓൺ 1 in 5 ജോബ്സ് എന്നുള്ളത് തന്നെ ഇതാണ് ഒരു ചർച്ചാ വിഷയമായിരിക്കും. എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വന്നു, ഇതൊക്കെ തന്നെയാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹോങ്കോങ്ങിൽ ഒരു ക്ലാഷ് ഉണ്ടായപ്പോൾ UK ഹോങ്കോങ് ജനതയ്ക്ക് കൊടുത്തൊരു കാര്യമാണ് അവർക്ക് വിസ ഫ്രീ എൻട്രീസും ഇവിടെ അവർക്ക് വന്ന് താമസിക്കാനും ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു. അതിനൊപ്പം തന്നെ യുക്രൈൻ വാർ വന്നപ്പോഴും പല മറ്റ് രാജ്യങ്ങളിൽ വാർ വന്നപ്പോഴും അവിടെയുള്ള അഫ്ഗാനിനടക്കം ഒരുപാട് പേരെ ഇവർ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരിൽ പലരും തിരിച്ചു പോയിട്ടില്ല, ഇവിടെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ പല ജോലികളും അവർ കൈയടക്കി. അതിനൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസിന്റെ അത് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലീഗൽ മൈഗ്രൻസ് ഇവിടെ. അതിനൊപ്പം തന്നെ UK വന്നിട്ടുള്ള സ്റ്റുഡന്റ് ഡിപ്പെൻഡന്റ് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നെങ്കിലും അതിനിപ്പോൾ റെസ്ട്രിക്ഷൻ വന്നതുകൊണ്ട് തന്നെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ വരുന്ന പല ജോബുകളും ഇപ്പോഴും സ്റ്റുഡൻസും കാര്യങ്ങളും മറ്റുള്ളവരൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് കെയറേഴ്സും ഡിപ്പെൻഡൻസും ഒക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് UK ഒട്ടുമുക്ക ജോബുകളിലും മലയാളികളല്ല ഇമിഗ്രൻസിന്റെ സ്ഥാനങ്ങൾ ഒരു സാന്നിധ്യം കാണാനായിട്ട് സാധിക്കുന്നു എന്ന് ന്യൂസുകൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഓരോ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ ക്രിസ്റ്റാമറുടെ മന്ത്രിസഭ വന്ന പിന്നെ ഒരു തരത്തിലുള്ള കൺട്രോളുകളും അവർ പ്ലാൻ ചെയ്തിട്ടില്ല. അവർ നെക്സ്റ്റ് ഇയറിലേക്ക് വരും എന്നാ പറയാം. എനിക്കൊന്ന് ഏപ്രിലോടുകൂടി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസംബർ ജനുവരിയോടുകൂടി തന്നെ പുതിയ നയങ്ങൾ വല്ലതും പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്പർ 10 പറഞ്ഞത് എന്തെന്നനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാർ ടു ഹൈ ആണ് ആൻഡ് മസ്റ്റ് കം ഡൗൺ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം സംതിങ് അവർ പ്ലാൻ ചെയ്യുന്നു. ഇപ്പൊ വന്നതൊന്നുമല്ല, അതൊന്നുമല്ല, ഇനി വരാൻ നിൽക്കുന്നതാണ് കൂടുതലാണ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ കണക്കും കഥയും കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. 7 മില്യൺ ആളുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൽ തന്നെയാണ്. റിട്ടേൺ പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. എനിവേ ഞാൻ ഇതിനകത്ത് മറ്റൊരു ന്യൂസ് വന്നിരിക്കുന്നത് NHS will be banned from hiring agency workers under the plan backed by the West Treating. അതായത് നാഷണൽ ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞതനുസരിച്ചിട്ട് NHS ഈ ടെമ്പററി സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത് നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ള കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അടിസ്ഥാനം വേറൊരു ന്യൂസും കൂടിയുണ്ട്, ഞാൻ പറയാം. മറ്റൊന്നും കാര്യമൊന്നുമല്ല. NHS ഈ ടെമ്പററി സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ ആർക്കാണ് ഇത് ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും NHSൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് PR ഒക്കെ ആയിരിക്കുന്ന കുറേ നഴ്സുമാർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വന്ന് അവിടെ ടെമ്പററി സ്റ്റാഫുകളായിട്ട് കയറുന്ന, അതായത് കൂടുതൽ വേതനം ലഭിക്കാനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടികളുണ്ട്. അതായത് ഇത് തന്നെയാണ് മറ്റൊരു ന്യൂസിന് അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുകെയിലുള്ള നേഴ്സുമാര് NHSൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മളല്ല, എനിക്കൊന്ന് ഫോറിൻ നേഴ്സസ് വളരെ കുറവായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ UK ജനിച്ചു വളർന്ന് പഠിച്ചു വളർന്ന ആളുകൾ ഇവിടെ NHS നഴ്സുമാരാവുന്നതിൽ പലരും UK NHS ജോബ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടുന്ന് റിസൈൻ ചെയ്ത് വീണ്ടും അതേ സ്ഥാപനത്തില് ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലോ ഇല്ലെങ്കിൽ ഇതേ സ്ഥാപനത്തിൽ ഏജൻസി സ്റ്റാഫുകളായിട്ട് വരുന്നു. അപ്പോൾ ഇപ്പൊ കിട്ടുന്നതിന്റെ കൂടുതൽ വേതനം ഏജൻസി സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഷിഫ്റ്റും അതുപോലെ തന്നെ ഏജൻസി നല്ല പൈസയും അവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പലരും ഈ പരിപാടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ NHS വർക്ക് ചെയ്യുന്നവർ റിസൈൻ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാഫുകളായിട്ട് മറ്റുള്ളവർ അത് സ്വാഭാവികമായിട്ട് പല കെയർ ഹോമുകളിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അവരൊരു 5 വർഷം കഴിയുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ അപേക്ഷിച്ചിട്ട് ഒരു 5 വർഷം കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ന്യൂസുകളും വന്നു വരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ബാൻ ചെയ്യാനുള്ള പ്ലാനുകളാണ്. NHS ഈ ടെമ്പററി സ്റ്റാഫുകളെ ഹയർ ചെയ്യുന്നത് ബാൻ ചെയ്യാനായിട്ട് പോകുന്നു. അതിനൊരു ആൾട്ടർനേറ്റീവ് വഴികൾ ചിലപ്പോൾ അവർ കണ്ടെത്താനുള്ള സാധ്യതകൾ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ പുറത്തില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ് NHS റിക്രൂട്ട്മെന്റ് കേസുകൾ എന്തായി ചേട്ടാ എന്നുള്ള രീതിയിൽ. നമുക്കറിയാം NHS വെയിൽസിൽ ചില സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന്, കേരള ഗവൺമെന്റ് നേതൃത്വത്തിൽ നിന്ന് നമുക്കറിയാം നോർക്ക റൂട്ട്സിന്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് റിക്രൂട്ട്മെന്റുകൾ നടക്കാറുണ്ട്. നിങ്ങൾ ആ സമയത്ത് NHS വെയിൽസിലേക്ക് മാത്രമാണ് നടക്കുന്നത്. കാരണം ആ ഒരു സ്ഥലത്തേക്ക് വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇംഗ്ലണ്ടിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ്സിന്റെ ഒരു അപ്ഡേറ്റുകളും ഇപ്പോൾ ലഭ്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സെയിം വീഡിയോ തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അപ്ഡേറ്റുകളൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ബഡ്ജറ്റിലടക്കം നമുക്കറിയാം ഫണ്ട് ഇഷ്യൂ ചെയ്തത് അത് സഫീഷ്യന്റ് അല്ല എന്നാണ് NHS ഇല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയാം NHS റിഫോമിന് വേണ്ടിയിട്ടാണ് ഇവർ കൂടുതൽ നോക്കുന്നത്. 10 ഇയേഴ്സിന്റെ പ്ലാൻ ആണ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനിയും ഷോർട്ടേജ് വളരെ രൂക്ഷമാകുന്നത് വരയ്ക്കും അവർ എനിക്ക് തോന്നുന്നു ഈ ഒരു
പരിപാടി തന്നെ തുടർന്നു കൊണ്ടുപോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം റിക്രൂട്ട്മെന്റുകൾ പല നഴ്സിംഗ് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ, അതായത് NHS റിക്രൂട്ട് ചെയ്യുന്ന ചില ആൾക്കാരെ നമുക്ക് പരിചയമുള്ളവർ പറഞ്ഞ അനുസരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്കായിരിക്കും ഒരു പക്ഷേ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ആവുക എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു, അത് ഒഫീഷ്യൽ ഇൻഫർമേഷനിലല്ല, നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്ന NHSന്റെ മേഖല പല ഏരിയകളിൽ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. സോ അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം NHS വീണ്ടും റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. പക്ഷെ അതും ഒരു ക്ലാരിറ്റിയിൽ ഒഫീഷ്യൽ ഇൻഫർമേഷൻ അല്ല. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും വേറെ അല്ലാതെ ഒരു അവസരമില്ല. അല്ലാതെ NHSന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. പലരും NHSലേക്കാന്ന് പറഞ്ഞിട്ട് നഴ്സുമാരുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയാക്കാൻ റെഡി ആവുന്നുണ്ട് എന്ന് കൂടി അറിയുന്നുണ്ട്. സോ ഗായ്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇല്ലീഗലായിട്ടൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റുകളും ഇതുവരെ വന്നിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. വീണ്ടും നമ്മുടെ ക്രിസ് ടാമറിന്റെ നേതൃത്വത്തിൽ പണ്ട് ഋഷി സുനകന്റെ മേലെ ഉണ്ടായിരുന്ന പ്രഷർ ഇപ്പോൾ ക്രിസ് ടാമറിന്റെ നേതൃത്വത്തിൽ മേലേക്ക് അങ്ങോട്ട് എല്ലാ പാർട്ടികളും ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടികളും അങ്ങോട്ട് ചുമത്തി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ UK വരുന്ന സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിലും UK മറ്റ് വർക്ക് വിസകളിലേക്ക് മാറാൻ നിൽക്കുന്നവരാണെങ്കിലും UK മറ്റ് ബിസിനസ്സുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനും സെൽഫ് സ്പോൺസർഷിപ്പ് പോലുള്ള വിസകൾ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഇന്നൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാളത്തേക്ക് എടുത്ത് മാറ്റി വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റങ്ങൾ ഏത് നിമിഷവും വേണമെങ്കിൽ അത് പ്രഖ്യാപിക്കാം, അത് നിലവിൽ കൊണ്ടുവരാം. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കറിയാം ജനുവരി തൊട്ട് ഏപ്രിൽ വരെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നു. സോ ഇതേപോലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. ബൈ.